അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇന്നലെ ഒരു പ്രസംഗത്തിനിടെ ശംസുൽ ഉലമയെ അനുസ്മരിക്കുകയും ഓർമ്മിക്കുകയും കരയുകയും ചെയ്ത ഒരു വീഡിയോ നാം എല്ലാ ചാനലുകളിലും കണ്ടതാണ്. അത് ഇന്ന് ചർച്ചയാവുകയാണ് ആ വിഷയങ്ങൾ. എന്നാൽ കാന്തപുരം ഉസ്താദ് അവിടെ കരഞ്ഞത് എന്തിൻ്റെ പേരിലാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ധീരശബ്ദമായ അഭിമാനമായ കാന്തപുരം ഉസ്താദ് എല്ലാവർക്കും, നല്ല ജനങ്ങൾക്ക് ആവേശമായ മഹാനവറുകളുടെ ആ മനസ്സിൻ്റെ വിശാലതയാണ് അത് നമുക്ക് കാണിക്കുന്നത്. ഉസ്താദ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ആ പിളർപ്പുണ്ടായ ആ സന്ദർഭത്തെക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എന്നെ സമസ്തയിലേക്ക് വിളിച്ചു, ഞാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് പറഞ്ഞതാണ്. സമസ്തയിൽ നീ പ്രവർത്തിക്കണമെന്ന് ഉസ്താദ് ശംസുൽ ഉലമ ഉസ്താദിനോട്, കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞത് ഓർമ്മിക്കുകയുണ്ടായി. അപ്പോൾ ശംസുൽ ഉലമയുടെ അവസാനത്തെ ആഗ്രഹവും രണ്ട് വിഭാഗവും, അതായത് യോജിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ശക്തിപ്പെടണമെന്നാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും അത് തന്നെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് കാലമായി അതിൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ സാധിപ്പിച്ച് തരുമാറാകട്ടെ. ഉസ്താദിന് വളരെ വിഷമകരമായ ആ ഒരു ബേജാറ്, ആ ഒരു കരച്ചിലെല്ലാം ഉണ്ടായതിൻ്റെ കാരണം ആ സന്ദർഭത്തിൽ, അതായത് പിളർപ്പിൻ്റെ സന്ദർഭത്തിലുണ്ടായിരുന്ന ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ മാത്രമാണ് ആ സന്ദർഭത്തിലുണ്ടായിരുന്ന വലിയ മഹാൻ. ഈ ലോകത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വലിയൊരു തണലായി ഉസ്താദിനെ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ ആ ഒരു ശ്രമം അല്ലാഹു തആല വിജയകരമായി പൂർത്തിയാക്കി തരുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നും ഒന്നിച്ച് മുന്നേറണം, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിൻ്റെ ഇടക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ പുത്തനാശയക്കാരാണ് അതിൻ്റെ ഇടയിൽ വിള്ളലുണ്ടാക്കുന്ന പല കോലത്തിലും വരുന്നത്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ രണ്ട് വിഭാഗവും ഒന്നിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് പാർട്സുകൾ ഉണ്ടാവും. അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഒന്നിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുതന്ത്രക്കാർ അതിൻ്റെ ഇടയിലുണ്ടാവും. ഇതിനെല്ലാം നാം തോൽപ്പിച്ചുകൊണ്ട് നാം മുന്നേറിയാൽ നമുക്ക് ഒന്നിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ശക്തിപ്പെടുത്താൻ കഴിയും. ഉസ്താദ് ഇന്നാലെ പറഞ്ഞത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പിളർപ്പാക്കിയിട്ട് ശക്തി കുറക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ എന്തായത് രണ്ട് വിഭാഗമായി മാറിയത്. ശംസുൽ ഉലമയുടെ അവസാനത്തെ ആഗ്രഹം ഒന്നിക്കണമെന്നായിരുന്നു. അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിൻ്റെ ആഗ്രഹം ഒരുപാട് വർഷങ്ങളായി അതിങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞ് ചർച്ചകളും വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് പൂർത്തിയാക്കി തരുമാറാകട്ടെ. അതിനെന്തെല്ലാം തടസ്സങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ ആ തടസ്സങ്ങളെല്ലാം അല്ലാഹു തആല നീക്കിത്തരുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ശക്തിപ്പെട്ടാൽ ഇപ്പോൾ ദുർബലമായിട്ടുള്ള ശക്തിയിൽ തന്നെയാണുള്ളത്. എന്നാൽ രണ്ട് വിഭാഗവും ഇങ്ങനെ ഒന്നിച്ചാൽ പിന്നെ എല്ലാവരെയും, എല്ലാ ആശയങ്ങളെയും, തെറ്റായ ആശയങ്ങളെ ഒന്നിച്ച് നേരിടാൻ പവർ കൂടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പിളർന്നാൽ നമ്മൾക്ക് വളരാമെന്ന് പുത്തനാശയക്കാരും മറ്റുള്ളവരും ഇങ്ങനെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് പിളർന്ന് പോയത്. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നും അജയ്യമാണ്, എന്നും ശക്തമാണ്, എന്നും ഉന്നതിയിലാണ് ഉള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് രണ്ട് വിഭാഗം ഒന്നിക്കുമ്പോൾ അതിൽ വളരെ മഹത്വമായി, അതായത് കരിമ്പൻ തോട്ടത്തിൽ തേൻമഴ വന്ന പോലെ വളരെ സന്തോഷകരമായ അവസ്ഥയാവും. അല്ലാഹു തആല അങ്ങനെയുള്ള ദിവസങ്ങൾക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾക്കുള്ള ഉലമാക്കൾക്കെല്ലാം അല്ലാഹു തആല നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.
ഉലമാക്കളെല്ലാം പരസ്പരം സന്തോഷത്തോടെ പരസ്പരം ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അഹ്ലുസുന്ന ഒന്നിച്ച് ഒറ്റ പവറിൽ മുന്നേറണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സുൽത്താനുൽ ഉലമക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ എല്ലാ പണ്ഡിതന്മാർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഉലമാക്കളെ നമ്മൾക്ക് നേതൃത്വമാണ്. അവരുടെ പിന്നിൽ നാം അവരുടെ പാറ പോലെ ഉറച്ചു നിൽക്കണം. അല്ലാതെ വ്യാജത്തരീക്കത്തുകാരോ പുത്തനാശയക്കാരുടെയോ കെണിവലയിൽ വീഴാതെ നാം യഥാർത്ഥ വിശ്വാസത്തോടു കൂടെ മഹാന്മാരുടെ പിന്നിൽ നമ്മൾ അണിനിരക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.